നാളെ ഉച്ചയ്ക്ക് 12 മണി, അതായത് ജൂലൈ 24 ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ iQZ11 ലൈറ്റ് ഫസ്റ്റ് സെയിലിനെത്തുവാണ് ആമസോണിലൂടെ. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കണ്ടോളൂ. ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏകദേശ ഐഡിയ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയാം, ഇതൊരു അൺബോക്സിംഗ് അല്ല. സോ ഫിസിക്കലി അങ്ങോട്ട് ഇൻ ഹാൻഡ് ഫീല് അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റി, ഡിസ്പ്ലേ ക്വാളിറ്റി ഒന്നും കാണിച്ചു തരാനുള്ള നിർവാഹമില്ല. പക്ഷേ ഓവ്യൂ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്താണ്, അത് ഉറപ്പായിട്ടും ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വ്യൂസിനും ടെക് അപ്ഡേറ്റ്സിനും ഓഫർ വീഡിയോസിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോറിൽ വന്നോളൂ. അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനും കാശ് കുറച്ചു. പിന്നെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി, കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് ട്രാപ്പർ ഉണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ് ഉണ്ട്, മെറ്റൽ കാസ് ഉണ്ട്. സോ എല്ലാത്തിനും ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ഡീപ് സ്റ്റോർ. അപ്പോൾ എന്തൊക്കെയാണ് iQZ11 ലൈറ്റിൻ്റെ വിശേഷങ്ങൾ? ആദ്യമേ പറയാം, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ജൂലൈ 16 മുതൽ അവൈലബിൾ ആയിട്ടുള്ള വിവോ T5 ലൈറ്റ് ഉണ്ടല്ലോ, ആ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് ആമസോണിലേക്ക് വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ iQലേക്ക് വന്നപ്പോഴത്തേക്ക് Z11 ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് മാറിയത്. എന്തായാലും iQവിൻ്റെ ലോഗോ മാറ്റിയിട്ട് വിവോ ആക്കിയപ്പോഴത്തേക്ക് അത് T5 ലൈറ്റ് ആയി, വിവോയുടെ ലോഗോ മാറ്റിയിട്ട് iQ ആക്കിയപ്പോഴത്തേക്ക് Z11 ലൈറ്റ് ആയി. അത് മാത്രമാണ് ആകെ ഉള്ള ഡിഫറൻസ്. നിങ്ങൾക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കണമെങ്കിൽ T5 ലൈറ്റ് മേടിച്ചോളൂ. ഇന്നതല്ല ആമസോണിൽ നിന്ന് മേടിക്കുന്നെങ്കിൽ നമ്മുടെ Z11 ലൈറ്റ് മേടിച്ചോളൂ. ഇത് നമ്മൾ എപ്പോഴാണ് ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഓഫർ സമയങ്ങളിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ ആമസോണിലായിക്കോട്ടെ ക്രെഡിറ്റ് കാർഡ്, അതായത് കാർഡ് ഓഫേഴ്സ് വരുമ്പോഴത്തേക്ക് SBIയുടെ ഒരു കാർഡിന് ഓഫർ ഉണ്ട്. അത് ചിലപ്പോൾ ആമസോണിൽ മാത്രമായിരിക്കും, ഫ്ലിപ്കാർട്ടിൽ കാണത്തില്ല. ചിലപ്പോൾ HDFCയുടെ ഒരു കാർഡിന് ഓഫർ ഉണ്ടാവും, അത് ഫ്ലിപ്കാർട്ടിലായിരിക്കും, ആമസോണിൽ കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് എവിടെയാണോ ഓഫർ ഉള്ളത് അവിടെ പോയിട്ട് ആ പ്രോഡക്റ്റ് അങ്ങ് മേടിക്കാന്നേ ഉള്ളൂ. സെയിം പ്രോഡക്റ്റുകൾ തന്നെയാണ് ഈ ഒരു T5 ലൈറ്റും നമ്മുടെ Z11 ലൈറ്റും. അപ്പോൾ ഇവിടേക്ക് വരുവാണെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂ, സോളാർ ഫ്ലെയിം എന്നിങ്ങനെ 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണെങ്കിലും നമുക്ക് മേടിക്കാം. എനിക്ക് എന്തായാലും പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ്. വേരിയൻസ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു, ലോഞ്ച് ചെയ്യുന്നതിന് മുന്നെയാണ്. അതുകൊണ്ട് തന്നെ വേരിയൻസ് ഇതുവരെ അങ്ങോട്ട് റിവീൽ ചെയ്തിട്ടില്ല. 6/128ഉം 6256ഉം ഉറപ്പായിട്ടും ഉണ്ടാവും. 4/128 ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. എന്തായാലും T5 ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ 6/128 21,999 256 24,999 കിട്ടുന്നത്. മിക്കവാറും ഈ സെയിം റേറ്റ് തന്നെയായിരിക്കും ഇവിടെയും കാണാൻ ചാൻസ് ഉള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സ്പെഷ്യൽ ലോഞ്ച് ഓഫർ 2000 രൂപ മിക്കവാറും ആ ഒരു കാർഡ് ഓഫർ കിട്ടാൻ ചാൻസ് ഉണ്ട് നാളെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു 18,000-നോ അല്ലെങ്കിൽ 19,000-നോ ഒക്കെ ഈ ഒരു 6/128 കിട്ടാൻ ചാൻസ് ഉണ്ട്. 20,000 രൂപയ്ക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഡീല് തന്നെയാണെന്നുള്ളത് വേറൊരു സംശയമില്ല. നിങ്ങൾക്കൊരു പുതിയ ഫോൺ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിനേക്കാളും വില കുറച്ചിട്ട് വേറൊരു ഫോൺ ഉണ്ട്, അത് ഞാൻ ഉടനെ അങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ, ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം. അപ്പോൾ ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു സ്ലിം ആൻഡ് സ്ലീക്ക് ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു iQZ11 ലൈറ്റ് കാണാൻ സാധിക്കുന്നത്. 209 ഗ്രാം മാത്രമാണ് വെയിറ്റ് കേട്ടാ. കൂടാതെ ആ ഒരു മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതേപോലെ തന്നെ IP65ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണുള്ളത്. സോ നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങാനും വെള്ളത്തിൽ വീഴുകയോ, ഇനി അതല്ല തറയിലൊക്കെ വീണാലും പെട്ടെന്ന് പൊട്ടിപ്പോവാനും അതല്ല വെള്ളം കയറി നശിച്ചു പോകാനും ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഈ ഒരു iQZ11 ലൈറ്റ് ആയിക്കോട്ടെ, നമ്മുടെ വിവോ T5 ലൈറ്റ് ആയിക്കോട്ടെ. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ ബെസൽലെസ് വിത്ത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇവിടെ കാണാൻ സാധിക്കുക. 6.74 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. കൂടാതെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. 1200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഇവിടെ ഉണ്ട്. സോ അത്യാവശ്യം നല്ലൊരു സണ്ണി ഡേ ആണെങ്കിൽ പോലും ആ ഒരു വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഇനി പ്രോസസറിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ 20,000 രൂപയ്ക്കുള്ളിൽ കാണാൻ സാധിക്കുന്ന MediaTekന്റെ Dimensity 6300 തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക. 5,79,000 മുകളിൽ ANTUTU സ്കോറും നമുക്കിവിടെ കാണാൻ സാധിക്കുക. 6500 mAh ബാറ്ററി കപ്പാസിറ്റി നമുക്കൊരു ഫോണുണ്ട്. സോ സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്താൽ പോലും 20 മണിക്കൂർ കിട്ടും. കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പാട്ട് കേട്ടാൽ പോലും 80 മണിക്കൂർ ഇന്ന് കിട്ടുമെന്ന് കമ്പനി പറയുന്നുണ്ട്. പിന്നെ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.2 hours ഓൺലൈൻ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. 8 hours നമുക്ക് കോളും കിട്ടും. സോ ഇവിടെയും നമുക്ക് ആ ഒരു ബാറ്ററി പെട്ടെന്ന് തീരുമെന്നോ ഇനി അതല്ല പവർ ബാങ്ക് കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കൂടാതെ OS-ലേക്ക് വരുവാണെങ്കിൽ Android 16 പ്ലാറ്റ്ഫോമിൽ ഒറിജിൻ OS 6 ആണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് iQZ9 ആണ് കേട്ടോ. കുറച്ച് നാൾക്ക് മുന്നേ എടുത്തൊരു ഫോണാണ്. 8GB 128 വേരിയൻ്റ് ആണ്. കൂടാതെ Dimensity 7200 ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ ഒരു ഒറിജിൻ OS 6 Android 16 മാറിയപ്പോഴത്തേക്ക് ചെറിയൊരു ലാഗ് അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ
എൻ്റെ ഈ ഒരു മൊബൈലിലുണ്ട്. പക്ഷേ അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ പുതിയ ഈ ഒരു Z11 ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ജസ്റ്റ് ഇതിൽ കൂടെ അങ്ങോട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇനി ഈ ഒരു Z11 ലൈറ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഒരു 17,000-18,000 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ നല്ലൊരു ഡീൽ എന്ന് നമുക്ക് പറയാൻ പറ്റുമേ. അതർവൈസ് ഉറപ്പായിട്ടും ഈ ഒരു സ്പെക്കൊക്കെ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫോണാണ് ഓപ്പോ K14X. എന്തായാലും ഈ നമ്മുടെ iQOO Z11 ലൈറ്റ്, T5 ലൈറ്റ് കൂടാതെ ഓപ്പോ K14Xൻ്റെ ഒക്കെ ഒരു കമ്പാരിസണും ഉടനെ നിങ്ങൾ കാണും. സോ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാണുന്നുള്ളത് മനസ്സിലാകുന്നതാണ് കേട്ടോ. എന്തായാലും ഇതിൽ എടുത്ത് പറയേണ്ടതൊക്കെ വണ്ണം ഒരു കാര്യമൊന്നും എക്സ്ട്രാ ഇല്ല കേട്ടോ. നോർമലി ഇപ്പോൾ 20,000 രൂപയ്ക്കുള്ളിൽ ഫോൺ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ തന്നെയാണ് എല്ലാത്തിലും കാണാൻ പറ്റുക. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും 21,000-22,000 ഇത് മേടിക്കുന്നെങ്കിൽ ഒന്ന് ആലോചിക്കുക ഇത് വേണോ വേണ്ടെന്നുള്ളത്. കാരണം ഇതിനേക്കാളും ഒക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ മറ്റുള്ളതും മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ iQOO Z11 ലൈറ്റിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.